എന്തെല്ലാം തരം പരാതികളാണ്, എന്തെല്ലാം തരം പറച്ചിലുകളാണ് പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ചിന്തയും എനിക്കില്ല. പിന്നെ നോക്കൂ, ഇവിടെയുള്ള സൈബർ ഇടങ്ങളിൽ ഏറ്റവും ശക്തരായിട്ടുള്ളത് മറ്റ് രണ്ട് പാർട്ടിക്കാർ തന്നെയാണ്. സൈബർ ഇടങ്ങളിൽ അതിൽ സംശയമൊന്നുമില്ല. തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 2 ദിവസം മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ഏതാനും സമയങ്ങളാണ്. അതെ, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇനി അങ്ങനെ പ്രസംഗങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. പ്രവർത്തനം അടുത്ത ഗിയറിലേക്ക് മാറ്റി കൂട്ടി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പൊതുവെ ഈ മാനസിക ഉല്ലാസത്തെക്കുറിച്ച്, പോസിറ്റീവ് പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ പറയുന്ന ആളാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മൊത്തം ഒരു നെഗറ്റീവ് വിവാദങ്ങളുമായി. അത് ഒരു പ്രശ്നമായോ? അല്ല, ഇത് രണ്ട് കൈ കൂട്ടിയടിച്ചാലാണല്ലോ ശബ്ദം ഉണ്ടാവുള്ളൂ. ഞാൻ എത്ര അതിനെക്കുറിച്ച് പറഞ്ഞാലും മറുഭാഗത്തുനിന്ന് അതില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ മറുപക്ഷത്തെക്കുറിച്ചല്ല ആലോചിക്കുന്നത്, ഞാൻ ജനങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ഫോക്കസുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിൽക്കുന്ന ജനങ്ങൾ, ഭരണമാറ്റം മുന്നിൽ കണ്ട് നിൽക്കുന്ന ജനങ്ങളുടെ ഫോക്കസ് തെറ്റിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ കൊണ്ടും പരാമർശങ്ങൾ കൊണ്ടുമല്ല. പിന്നെ ഈ വാഗ്ദാനങ്ങളൊക്കെ നോക്കിയാലും നമുക്ക് മുൻകാലങ്ങളിൽ മറ്റ് പാർട്ടികൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്, അവർ അതിൽ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ സാമാന്യയുക്തിക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കുറേയേറെ വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് വെക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു 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 ഫെയർ പൊളിറ്റിക്സിലോട്ട് ഇത് എത്തുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറുഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ഒരു പ്രശ്നമില്ല. ജനങ്ങൾ വളരെ ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും ഈ ഭരണമാറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ NDA സ്ഥാനാർത്ഥി ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഈ സൈബർ ലിഞ്ചിങ് നടക്കുകയാണ്. വലിയ തോതിൽ അവരെ ഈ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ ഇടുന്നു. അതിനെല്ലാം പിന്നിലുള്ളത് ഈ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിരിക്കുന്നത്. അതവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഇവിടെ ഇപ്പം നിലവിൽ നമുക്കെതിരെ നമ്മളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഫുൾ ഫോക്കസായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം തരം പരാതികളാണ്, എന്തെല്ലാം തരം പറച്ചിലുകളാണ് പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ചിന്തയും എനിക്കില്ല. പിന്നെ നോക്കൂ, ഇവിടെയുള്ള സൈബർ ഇടങ്ങളിൽ ഏറ്റവും ശക്തരായിട്ടുള്ളത് മറ്റ് രണ്ട് പാർട്ടിക്കാർ തന്നെയാണ്. സൈബർ ഇടങ്ങളിൽ അതിൽ സംശയമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നതില്ല, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആരാണ് കോൺഗ്രസ്സുകാരനെന്ന് സത്യത്തിൽ നമുക്ക് പോലും അറിയില്ല. കുറേ അധികം ആളുകൾ നമുക്കിടയിലുണ്ട്, തുറന്നു പറയാത്ത ആളുകളുണ്ട്. അവരെ കണ്ടാൽ മനസ്സിലാവില്ല, മിണ്ടിയാൽ മനസ്സിലാവില്ല, അവരുടെ അനുഭവം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒരു പോസിറ്റീവ് സൈൻ കാണുമ്പോൾ, ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ ഏറ്റവും യുക്തിസഹമായി വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കോൺഗ്രസ് UDF പ്രവർത്തകരുള്ള സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരാതികളൊക്കെ അർഹതപ്പെട്ടവർ അന്വേഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾക്ക് ഇതിനൊന്നും സമയമില്ല. സത്യത്തിൽ ഞങ്ങൾ എല്ലായിടത്തും ഓടിയെത്തുന്നതിനുള്ള തിരക്കിലാണ് നിൽക്കുന്നത്. ഈ താങ്കളെ തടഞ്ഞ ഉൾപ്പെടെയുള്ള വിവാദങ്ങളും ആ പ്രശ്നങ്ങളും ഈ ആളുകളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരമായി എന്ന് തോന്നുന്നുണ്ടോ? അത് ചെയ്തില്ലെങ്കിലും അവരെയൊക്കെ എല്ലാവർക്കും അറിയാം. അതിന് കൂടുതലായിട്ട് അങ്ങനൊന്നും വേണ്ടെന്നില്ല. അത് നമ്മൾക്ക് ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ പല കാലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു. നടക്കാൻ പാടില്ലാത്ത കാര്യത്തെ ആരും അപലപിച്ച് കണ്ടില്ല. അതിപ്പോൾ വിഷയം കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസങ്ങളായി. ഞാനും അത് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അന്നും അല്ലാത്തപ്പോഴും എല്ലാം ഏറ്റവും മാന്യമായി നമ്മൾ നിൽക്കുന്നു. അപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ നോക്കൂ, സൈബർ ഇടങ്ങളിലൊക്കെ ആർക്കാണ് ഇത്തരത്തിലെ പാർട്ടി തിരിഞ്ഞ് ചേരി തിരിഞ്ഞ് മുഖമില്ലാത്ത ആളുകൾ പരസ്പരം അഭിപ്രായം പറയുന്നതിനും ചീത്ത വിളിക്കുന്നതിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ വന്ന ദിവസം തൊട്ട് പറയുന്ന എൻ്റെ എത്ര സ്റ്റേറ്റ്മെൻറ്റുകൾ വളച്ചൊടിച്ച് എന്തെല്ലാം പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാണിച്ചുകൊണ്ട് ഇവർ ചെയ്ത നല്ല കാര്യങ്ങൾ തുടരുമെന്ന് ഞാൻ പറഞ്ഞതിനകത്തുനിന്ന് വാക്കുകൾ അടർത്തിയെടുത്ത് മാറ്റി ഉപേക്ഷിച്ചു. മമ്മൂക്കയുടെ കാര്യത്തിൽ എന്നോട് കൊണ്ടുവരുമോ എന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് യെസ് എന്ന് പറഞ്ഞതിന് അത് വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞു. അപ്പം ഞാനിവിടെ വരാൻ എറണാകുളത്ത് നിന്ന് നടത്തിയ പത്രസമ്മേളനത്തിലെ വരികൾ മുതൽ ഇതുവരെ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ നിൽക്കുന്നത്. ഞാനിപ്പോഴും പറഞ്ഞതുപോലെ നമുക്ക് ജനങ്ങളാണ്, പാലക്കാടിലെ ജനങ്ങളെ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു. അവരിവിടെ വളരെ മാതൃകാപരമായൊരു രാഷ്ട്രീയവും കൃത്യമായ വികസനവും ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നവരാണ്. ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പം ഷാഫി ഇവിടെ ഉള്ളപ്പോഴാണ് ഇവിടെ ഏറ്റവും ഒരു ഗംഭീരമായ സമയം ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെ കേരളവും പാലക്കാടും കൂടെ UDF ഭരിക്കുന്ന ഒരു സുവർണ്ണ കാലത്തിലേക്ക് കാലെടുത്താൻ വെക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾക്ക് ജനങ്ങൾ അത്ര വില കൊടുക്കുകയുള്ളൂ. ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം LDF-ന്റെ സ്ഥാനാർത്ഥി വിജയിക്കാൻ പോവുകയാണ്, പക്ഷെ ആളുകൾക്കിടയിൽ BJP വിജയിക്കും എന്ന ഒരു പ്രതീതി വരുത്തി തീർത്ത് UDF ആളുകളെ പരിഭ്രാന്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്.
എനിക്ക് മനസ്സിലായി, എന്താ അദ്ദേഹം പറഞ്ഞത്? അതായത് LDF ആണ് ജയിക്കാൻ പോകുന്നത്, പക്ഷെ BJP ജയിക്കാൻ പോകുന്നു, അതുകൊണ്ട് UDF വോട്ട് ചെയ്യണം, UDFന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു, പരിഭ്രാന്തി ഉണ്ടാക്കുന്നു എന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അത് മാത്രമല്ല, എനിക്ക് ആളെ മനസ്സിലായി. ഈ ഷാഫിയുടെ കാര്യത്തിലൊക്കെ പലതും പരാമർശിച്ചിട്ട് ഇത് മുൻപും ഇതൊക്കെ തന്നെ പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിൻ്റെ ആദ്യത്തെ വരിയുണ്ടല്ലോ, LDF ആണ് ജയിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്, അവിടെ തൊട്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ വരി തന്നെ തെറ്റാകുന്ന സ്ഥിതിക്ക് ബാക്കിയുള്ള വരികളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. പറഞ്ഞു പരത്തുന്നു. ഇത് നമ്മൾ പറഞ്ഞു പരത്തുന്നത് UDF പ്രവർത്തകരല്ല, ഇവിടെയുള്ള ജനങ്ങളാണ്. അവർ പറയുന്നതാണ്, അതിന് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയും. ആ ജനങ്ങൾ അവർക്ക് തോന്നിയ, അവർ തിരഞ്ഞെടുക്കപ്പെടാൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് കേൾക്കുന്നതാണവർ. അതാരും ബോധപൂർവ്വം ഇരുന്ന് പറഞ്ഞ് പരത്തുന്നതല്ല. പാലക്കാട് നിന്ന് എന്താ പഠിച്ചേ? പാലക്കാട് നിന്ന് ഞാൻ പഠിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്, ഒന്ന്, നമ്മൾ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയാണ് വന്നത് എന്നുള്ള ഭാവത്തിൽ ഇവിടെ നിൽക്കരുത്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ വേണ്ടി വന്നതാണെന്നുള്ളൊരു ഭാവത്തിൽ തന്നെ നമ്മൾ നിൽക്കണം. പിന്നെ നമുക്ക് ജനങ്ങളുടെ പുറത്ത് എന്തെങ്കിലും ഒരു അധികാരമുണ്ട് എന്ന ഭാവവും നമുക്ക് പാടില്ല. ജനങ്ങൾക്കാണ് നമ്മുടെ മുകളിൽ അധികാരമുള്ളതെന്നുള്ള ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. വളരെ വിനയത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി പെരുമാറാവുന്ന ഒരാൾ പോലും ഇവിടെ ഒരു മുഖം കറുപ്പിച്ച് നോക്കുകയോ ചിരിക്കുകയോ, നമ്മൾ പ്രചരണത്തിന് പോകുന്ന വീടുകളിൽ നിന്ന് തന്നെ എത്ര വീട്ടിൽ നിന്നാണ് വെള്ളം കുടിക്കുക, ചായ കുടിക്കുന്നു പറയുന്നത്, അങ്ങനെ വലിയൊരു ആതിഥ്യ മര്യാദയുള്ള, വലിയ നന്മയുള്ള, വളരെ നിഷ്കളങ്കരായ, വളരെ സ്നേഹമുള്ള സ്നേഹം മുഖത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനെപ്പോഴും പാലക്കാട് നിന്ന് പഠിച്ചൊരു ഏറ്റവും ലഘുവായിട്ട് ഇങ്ങനെ പറയാം, ഒരു ചിരിയുടെ ഉത്തരമാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നമ്മൾ സ്നേഹിക്കുന്നു, ആ സ്നേഹം നമുക്ക് ഏറ്റവും കൃത്യമായി കൂടുതൽ തരുന്നവരാണ്. അപ്പം സ്നേഹത്തിൻ്റെ ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും രമേശ് പിഷാരടി ഈ പ്രചരണം തുടരുകയാണ്. വാശിയേറിയ പോരാട്ടം തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.